ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ നമ്മൾ അബുദാബിയിൽ നിന്ന് അസർബൈജാനിലേക്ക് ഏറ്റവും ലോ കോസ്റ്റിൽ ഫാമിലിയോടൊപ്പം പോകാൻ പറ്റുന്ന ലോ കോസ്റ്റിൽ ഒരു ട്രാവൽ ഏജൻസിയും ഇല്ലാതെ നമ്മൾ സ്വന്തം റിസ്കിൽ പോകാൻ പറ്റുമോ, അല്ല എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ 4-5 ദിവസം ഇവിടെ അസർബൈജാനിൽ സ്റ്റേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു ഡേ 1 ആയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അബുദാബിയിൽ നിന്ന് മോർണിംഗ് 6 മണിക്കാണ് കേട്ടോ നമ്മളെ ഫ്ലൈറ്റ് ഉള്ളത്. ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. 4 മണിക്കൊക്കെയാണ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ പ്രത്യേകിച്ച് എയർപോർട്ടിൽ പ്രൊസീജിയേഴ്സൊക്കെ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് ഇറങ്ങിയാലും നമുക്ക് അധികം ബുദ്ധിമുട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ടിക്കറ്റ് ഓൺലൈൻ വഴി വിസയറിൻ്റെ സൈറ്റിൽ കയറിയിട്ടാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. നോർമലി ഒരു 150 to 200 ദിർഹംസിൻ്റെ ഉള്ളിലൊക്കെയാണ് ചാർജ് വരുന്നത്. കുറച്ച് നേരത്തെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ടിക്കറ്റ് കിട്ടും കേട്ടോ. പിന്നെ ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. നമ്മളെ ലഗേജിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 5 കിലോ അടങ്ങുന്ന ബാക്ക് പാക്ക് മാത്രമാണ് കേട്ടോ കൊണ്ടുപോകാൻ പറ്റുക. പിന്നെ ലേഡീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹാൻഡ് ബാഗ് യൂസ് ചെയ്യുക, അല്ലാതെ നമ്മളെ ട്രോളി ബാഗൊന്നും ഇവർ അലോ ചെയ്യുന്നില്ല കേട്ടോ. അതൊക്കെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചാർജാണ്. കാരണം അവർ അത്രയും ചീപ്പിലാണല്ലോ നമുക്ക് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബാക്ക് പാക്ക് മാത്രമേ ഇവർ അലോഡ് ഉള്ളൂ. ഇങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെക്കിങ് ചെയ്യാണ് കേട്ടോ. ഇവിടെ കുറേ അധികം ക്യൂ ഉണ്ട് കേട്ടോ, എല്ലാവരും വെയിറ്റിംഗ് ആണ്. പിന്നെ നമ്മളൊരു ബസ്സിലായി കയറിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലൈറ്റ് ഉള്ള സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ. കാരണം എയർപോർട്ടിൻ്റെ വേറൊരു സൈഡിലായിട്ടാണ് വിസയർ നിർത്തിയിടുന്ന സ്ഥലം. അപ്പോൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്, ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് 3 ആക്കും, അതായത് എനിക്കും സിയമോക്കും കാക്കൂനും സെയിം റോലൊന്നും സീറ്റ് കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെയൊക്കെ സീറ്റ് ചൂസ് ചെയ്യുന്നതിനൊക്കെ എക്സ്ട്രാ ചാർജാണ്. വിസയർ ഫ്ലൈറ്റിൽ ഏകദേശം ഒരു 200-ന് മുകളിൽ ആളുകളുണ്ട് കേട്ടോ. പിന്നെ സീറ്റും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. നമുക്കൊരു 3 hours യാത്രയാണ് കേട്ടോ ഇവിടുന്ന് അസർബൈജാനിലേക്കുള്ളത്. പിന്നെ ഫുഡും കാര്യങ്ങളൊന്നും ഇവർ ബഡ്ജറ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതി കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആവും. കാരണം ഒരു വാട്ടർ ബോട്ടിലിൽ തന്നെ 12 ദിർഹംസ് ചാർജ് ഉണ്ട്. അങ്ങനെ നമ്മളൊരു 3 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ബാക്കു എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അസർബൈജാനിലെ തന്നെ ഏറ്റവും വലിയ സിറ്റിയാണ് കേട്ടോ ഈ ബാക്കു എന്ന് പറയുന്ന സിറ്റി. UAE വിസ ഉള്ളവർക്ക് ഇവിടെ ഓൺ അറൈവൽ പറ്റും, അല്ല ഇന്ത്യൻ വിസ ഉള്ളവർക്ക് വിസ നിർബന്ധമാണ് കേട്ടോ ഇവിടെ ഇറങ്ങുന്ന സമയത്ത്. ഇനി ഇറങ്ങിയിട്ട് നമ്മൾ ഈ ഓൺ അറൈവൽ വിസ ഉള്ളവർ ഇവിടെ ഇറങ്ങിയിട്ടാണ് വിസ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ, നല്ല ഡിലേ ആവും. അതുകൊണ്ട് തന്നെ നേരത്തെ വിസയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരിക. പിന്നെ വിസേൻ്റെ ചാർജ് എന്ന് പറഞ്ഞത് ഒരു 100 ദിർഹംസിൻ്റെ ഉള്ളിലൊക്കെയാണ് കേട്ടോ ഒരാൾക്ക്. ഞങ്ങളൊരു ഏജൻസി വഴി ബുക്ക് ചെയ്യാതെ വന്നതുകൊണ്ട് തന്നെ ഞങ്ങളെ സ്വന്തം റിസ്കിൽ വന്നതുകൊണ്ട് തന്നെ ഇവിടെ ടാക്സിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ റൂമിലേക്കൊക്കെ ഏകദേശം ഇവിടുന്ന് ടാക്സി വിളിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 50 മനാത്ത്, ഇവിടെ നമ്മൾ ദിർഹംസ് എന്നൊക്കെ പറയുന്ന പോലെ മനാത്ത് നട്ടോ ഇവർ പറയുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തന്നെ ഗൂഗിളിൽ നോക്കിയിട്ട് ഒരു റെൻ്റ് കാർ ഷോപ്പിൽ നിന്ന് ഒരു കാറ് റെൻ്റ് എടുത്തേക്കാണ്. പെർ ഡേ ഒരു 70 ദിർഹംസൊക്കെ ചാർജ് വരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ കാറിൽ അയാൾ നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം തൊട്ടപ്പുറത്തുള്ളൊരു പമ്പിൽ പോയിട്ട് നമ്മൾ സിമ്മ് കളക്ട് ചെയ്യാണ്. സിമ്മിൻ്റെ ചാർജ് വന്നിട്ട് ഒരു 40 മനാത്താണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു മനാത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ UAEയിലെ ദിർഹംസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 2.5 ദിർഹംസൊക്കെ വരും കേട്ടോ ഒരു മനാത്ത് എന്ന് പറയുന്നത്. അസർബൈജാൻ ഒരു കംപ്ലീറ്റ്ലി ഇസ്ലാമിക് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ 98.2% ആളുകളും മുസ്ലിംസാണ് കേട്ടോ. പക്ഷേ ഇവരുടെ വസ്ത്രരീതി ആവട്ടെ, ഇവരുടെ ആ ഒരു രീതിയൊക്കെ പക്ക യൂറോപ്യൻ സ്റ്റൈലിലാണ്. നമ്മളൊരു തട്ടിട്ടൊരു മുസ്ലിംസിനെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും കാണാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ഞങ്ങളിപ്പോൾ വന്നത് റമളാൻ മാസത്തിലാണ്, നോമ്പുള്ള സമയമാണ്. എന്നിട്ട് പോലും നമുക്കിവിടെ ഒരു ഹിജാബ് ഇട്ട ഒരാളെയോ അല്ലെങ്കിൽ ഒരു തട്ടിട്ട ആളെയോ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. USSRൻ്റെ കീഴിൽ അഥവാ റഷ്യയുടെ കീഴിലുള്ള രാജ്യങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു രാജ്യമാണ് കേട്ടോ ഈ ഒരു അസർബൈജാൻ. പക്ഷേ 1993 ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതിൻ്റെ ഈ ഒരു അസർബൈജാൻ്റെ തൊട്ടടുത്ത രാജ്യങ്ങളാണ് തുർക്കി, അതുപോലെ ജോർജിയ, അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ.
ദൂരെ നിന്ന് നോക്കിയാൽ കാണുന്ന ആ ഒരു 3 ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിന് ഫ്ലെയിം ടവർ എന്നാണ് കേട്ടോ പറയുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ബിൽഡിംഗ് ആണത്. അതുപോലെ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പിന്നെ പറയാം. ഇപ്പോൾ ഞങ്ങൾ നമ്മുടെ റൂമിൽ എത്തിയിട്ടുണ്ട്. നേരത്തെ ഓൺലൈനായി ബുക്ക് ചെയ്തിട്ടുള്ള റൂമാണ് കേട്ടോ. 4 സ്റ്റാർ അക്കോമഡേഷൻ വരുന്നുള്ള ഒരു അടിപൊളി റൂമാണ്. അപ്പോൾ ഈ ഒരു റൂമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ 5 ദിവസത്തേക്ക് നമുക്കൊരു 200 ദിർഹംസ് മാത്രമാണ് കേട്ടോ ഇവിടെ ചാർജ് വരുന്നത്. അത്രയ്ക്ക് റൂമിനൊക്കെ എക്സ്പെൻസ് വളരെ ചീപ്പാണ്. 3rd ഫ്ലോറിലാണ് നമ്മൾ റൂം വന്നിട്ടുള്ളത്. അങ്ങനെ പാസ്പോർട്ടും ഡീറ്റെയിൽസൊക്കെ കാണിച്ചിട്ട് നമ്മൾ റൂമിലേക്ക് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ റൂമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 4 സ്റ്റാർ അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയുള്ളൊരു റൂമാണ് കേട്ടോ. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല സ്പേസ് ഒക്കെ ഉള്ളൊരു റൂം. അതുപോലെ ഒരു ചെറിയ ബാൽക്കണി ഉണ്ട്. പിന്നെ ബാത്റൂമും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള TV അതുപോലെയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ റൂമിലൊന്നും നമുക്ക് AC കാണാൻ പറ്റുന്നില്ല. അത് പകരം ഹീറ്ററാണ് കേട്ടോ എല്ലായിടത്തും ഉള്ളത്. കാരണം ഇവിടെ അധിക സമയത്തും ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് തണുപ്പായതുകൊണ്ട് തന്നെ, നല്ല തണുപ്പ് മൈനസൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഹീറ്ററാണ് കേട്ടോ എല്ലാ റൂമിലും ഉള്ളത്. പിന്നെ നമ്മൾ UAE നിന്ന് വന്ന സമയത്ത് നല്ല തണുപ്പൊക്കെ ഉണ്ടാവുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് വന്നത്. ആ ഒരു തണുപ്പൊന്നും ഇവിടെ നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല എന്നാണ് സത്യം. കാരണം മഞ്ഞോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പേര് പേൾ ഇൻ എന്നാണ്. പക്ഷേ ഇത് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററിൻ്റെ അടുത്ത് ഡിസ്റ്റൻസ് വന്നിട്ടുള്ളൊരു ഹോട്ടലായതുകൊണ്ട് തന്നെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണ് കേട്ടോ നമ്മളിതൊന്ന് പ്രിഫർ ചെയ്യുന്നത്. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ടൗണിൻ്റെ അടുത്തായിട്ട് കുറേ മെട്രോ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് പോകാനുള്ള സൗകര്യത്തിന് അനുസരിച്ചിട്ട് നിങ്ങൾ റൂമും കാര്യങ്ങളൊക്കെ എടുക്കുക. പിന്നെ booking.com എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് വഴിയാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ. പക്ഷേ ബാൽക്കണിയിൽ നമുക്ക് ചെരുപ്പൊന്നും ഇടാതെ നിൽക്കാൻ പറ്റില്ല. ഫ്ലോറൊക്കെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. പുറത്തേക്ക് നോക്കിയാൽ ഇതുപോലെ നമ്മൾ മണാലിയിലും ഇവിടെയൊക്കെ പോകുമ്പോൾ കാണുന്ന ആ ഒരു യൂറോപ്യൻ സ്റ്റൈലിലുള്ള കുഞ്ഞു വീടുകളാണ് കേട്ടോ കാണുന്നത്. ഒക്കെ 2 ഫ്ലോറൊക്കെ ഉള്ള വീടാണ്. പക്ഷെ ഇവിടുന്ന് നോക്കുമ്പോൾ ചെറിയ നല്ല കളർഫുള്ളായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള വീടുകളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഉറങ്ങിയൊക്കെ എണീറ്റതിന് ശേഷം നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ ഫുഡൊക്കെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് റൂമിൽ നിന്ന്. അപ്പോൾ ഞാനും സിയമ്മോളും ഞങ്ങൾ അധികം തണുപ്പിനിടുന്ന കോട്ട് ടൈപ്പ് ഡ്രസ്സൊന്നും അല്ല, ജസ്റ്റ് ഒരു സ്വെറ്റ് ഷർട്ട് ഇട്ടിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്. കാരണം അധികം തണുപ്പ് തന്നെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു ഡ്രസ്സ് മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ പുറത്തിറങ്ങിയ സമയത്ത് ഈ ഒരു ഈവനിങ്ങിന് ശേഷം ഇവിടെ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. അല്ലാത്ത ഈ നോർമൽ ഉച്ച സമയത്തൊന്നും തണുപ്പ് കുറവാണ്. അങ്ങനെ നമ്മൾ കാർ ഇവിടെ ഈ ഹോട്ടലിൽ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സമയം 5:19 ആയിട്ടുണ്ട്. 6-7 മണിയുടെ ആ ഒരു സമയത്താണ് ബാങ്ക് കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്കൊരു ടൗണിൽ പോയിട്ട് നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടെത്തണം. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെ ഫുഡ് തന്നെയാണ്. കാരണം നമുക്ക് ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് ചോറും കഞ്ഞിയൊക്കെ കുടിച്ച് ശീലമുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഫുഡ് എക്സ്പെക്റ്റ് ചെയ്ത് വരുന്നവർക്ക് ഇവിടെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. പിന്നെ ചെറിയ മക്കളുള്ളവർക്കായാലും പരമാവധി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ സിയമോളെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കൊരു വിധം ഫുഡൊന്നും പറ്റൂല. അതായത് ഈ ചോറും കഞ്ഞിയും അല്ലാത്ത ഫുഡൊന്നും അവൾ കഴിക്കൂല. പിന്നെ കഴിക്കുന്നതാണ് ഷവർമ്മ അങ്ങനത്തെ ഐറ്റംസൊക്കെ കേട്ടോ. അങ്ങനെ പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് പാർക്കിംഗ് ആണ്. നമുക്ക് വണ്ടി പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മൾ ഈ അബുദാബിയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ പാർക്കിങ്ങിൽ ഫീ കൊടുത്തിട്ട് ഇടാൻ പോലും പാർക്കിംഗ് കാണുന്നേ ഇല്ല കേട്ടോ. പിന്നെ കുറേ വണ്ടികൾ പാർക്ക് ചെയ്തത് കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് എവിടെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കറക്റ്റ് ഒരു ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കയറിയതാണ്. നല്ല പക്ക സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് തന്നെട്ടോ. പക്ഷേ അവിടെ കുറച്ച് ലേറ്റായിട്ട് നമ്മൾ ആ ഒരു രീതിയിലുള്ള ഫുഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും നടക്കുകയാണ് കേട്ടോ. ഇപ്പോൾ മെട്രോയിലൊക്കെയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നടക്കാനും ഒക്കെ നല്ല സുഖമാണ്. ഇവിടെ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കാറ് ആദ്യം ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ടല്ലേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. ആ ഒരു ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട്. അങ്ങനെ ഫുഡ് തപ്പി നടക്കുമ്പോഴാണ് കേട്ടോ ലേറ്റായിട്ട് എന്തെങ്കിലും നോമ്പ് തുറന്നിട്ട് പിന്നെ നമുക്ക് നല്ല ഫുഡ് കഴിക്കാന്നുള്ള രീതിയിൽ നമ്മളൊരു ഷവർമ്മ ഷോപ്പിൽ വന്നത് കേട്ടോ. ഡോണർ കബാബ് എന്നാണ് ഇവിടെ ഷവർമ്മ ഷോപ്പിന് പേരുണ്ടാവുക. ചിലതൊക്കെ ഷവർമ്മ എന്നുള്ള രീതിയിലും ഉണ്ടാവും. പിന്നെ ഇവിടെ മെയിൻ അധികം ആളുകൾക്കും ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് തന്നെ നമുക്ക് ലാംഗ്വേജ്
സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഗൂഗിളിൽ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് അവരോട് കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ അവിടുന്ന് ഒരു ചെറിയ ഷവർമ സിയമോക്ക് മേടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വേറൊരു റെസ്റ്റോറൻറ്റിൽ കയറിയേക്കാണ് കേട്ടോ. അസർബൈജാനിൽ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള റെസ്റ്റോറൻറ്റിനേക്കാളും കാണാൻ പറ്റുന്നത് തുർക്കിഷ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റുന്ന പല ഫുഡും അവരുടെ ചിക്കനായാലും ബീഫായൊക്കെ നമ്മൾ ആ ടേസ്റ്റിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു കാണുന്ന സാധനമാണ് ഇസ്കന്ദർ കബാബ് എന്ന് പറഞ്ഞിട്ട്. ബീഫിലും ചിക്കനിലും ഇത് വരുന്നുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ബീഫ് ഷവർമയുടെ രീതിയിൽ വേവിച്ചെടുക്കുന്ന ബീഫാണ് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും താഴത്തെ ലെയറിൽ ഈ ഒരു ബ്രെഡ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡും അതിൻ്റെ മുകളിൽ ബീഫും, എന്നിട്ട് നമ്മൾ ഇതിലൊരു തൈര് കൂടെ തരും. ഇതിൽ കുത്തിയിട്ട് വേണം കേട്ടോ അത് കഴിക്കാൻ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ്. നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. വെയിലിന് ഒരു പ്രാവശ്യം നമ്മൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഇതേ സെയിം ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ റേറ്റ് നല്ല കൂടുതലാണ് കേട്ടോ. അവിടെ ഒരു 60 ദിർഹംസൊക്കെ എന്തായാലും ചാർജ് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ UAE അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഫുഡിന് ഭയങ്കര ചീപ്പാണ്. പിന്നെ നമ്മൾ ഒരിക്കലും നല്ല റെസ്റ്റോറൻറ്റ്, ചീത്ത റെസ്റ്റോറൻറ്റൊന്നും ഇവിടെ ഇല്ല കേട്ടോ. നല്ല ഏത് റെസ്റ്റോറൻറ്റ് കയറിയാലും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സീറ്റിങ്ങും ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. ഫുഡിന് ചാർജ് വരുന്നതും എല്ലാ ചെറിയ റെസ്റ്റോറൻ്റ് ആയാലും വലിയ റെസ്റ്റോറൻ്റ് ആയാലും ഏകദേശം സെയിം പ്രൈസാണ് കേട്ടോ. അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ വലുപ്പം നോക്കിയിട്ട് ആരും ഫുഡ് അവിടെ ഭയങ്കര ചാർജാണെന്ന് വിചാരിച്ചിട്ട് കയറാതെ ഇരിക്കണ്ട. എല്ലായിടത്തും ഏകദേശം സെയിം റേറ്റ് തന്നെയാണ്. പിന്നെ രാത്രിയിൽ ആണ് കേട്ടോ ഇവിടെ കൂടുതൽ കാണാൻ ഭംഗിയുള്ളത്. ലൈറ്റും കാര്യങ്ങളും ഇവിടെ ആ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ റൂമിലേക്ക് തന്നെ പോവാണ് കേട്ടോ. ഇന്ന് ഇത്രയൊക്കെ യാത്രയേ ഉള്ളൂ. അപ്പോൾ തൽക്കാലം നല്ല ടയേർഡ് ആയതുകൊണ്ട് തന്നെ യാത്ര അവസാനിപ്പിക്കാമെന്ന് വെച്ചിട്ട് റൂമിൽ പോയപ്പോൾ തൊട്ടടുത്തുള്ളൊരു കുഞ്ഞ് ഏരിയ ഉണ്ട്. അവിടെ പോയപ്പോൾ കണ്ടതാണ് കേട്ടോ ഈ ഫിഷും ചിക്കൻ്റെ കാലും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്കാ ലോക്കലായിട്ടുള്ളൊരു ഏരിയ. ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് നമ്മൾ റൂം വരുന്നത്. തൊട്ട് മുകളിൽ പറഞ്ഞാൽ ഈ ഒരു ഹെയർ പിൻ പോലത്തെ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. അവിടെ എത്തുമ്പോഴാണ് നമ്മൾ റൂം കാണാൻ പറ്റുന്നത്. പിന്നെ കൂടുതൽ സ്ഥലത്തും ഉള്ളൊരു ചെറിയ സൂപ്പർ മാർക്കറ്റാണ് കേട്ടത്. ചെറിയൊരു മാൾ പോലെ തന്നെയാണ്. പക്ഷേ ഗ്രോസറി ഐറ്റംസ് ആണ് കേട്ടോ ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് ഇവിടുത്തെ എന്തോ ഒരു സേമിയ പോലൊക്കെ എനിക്ക് തോന്നുന്നത് ഇവരുടേതായിട്ടുള്ള എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ആവും. അതുപോലെ നമ്മൾ ഇവിടുന്ന് കുറച്ച് സിയമോക്ക് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ. ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും മറ്റെല്ലാ സാധനങ്ങളും നോക്കുകയാണെങ്കിലും UAE അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ചീപ്പ് റേറ്റ് തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ഒരു മനാത്ത് എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു UAE 2.5 ദിർഹംസോളം വരും. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴാണ് കേട്ടോ നമുക്ക് ഇവിടെ റേറ്റ് കുറവായിട്ട് തോന്നുന്നത്. ജ്യൂസ് ഐറ്റംസൊക്കെ നല്ല ചീപ്പ് റേറ്റാണ് കേട്ടോ. ഇത് നമ്മളെ പിയേഴ്സാണ്. പിയേഴ്സൊക്കെ വേറെ ഷേപ്പിൽ എനിക്ക് തോന്നുന്നത് ഇവിടെ ഉണ്ടാവുന്ന ഐറ്റംസ് ആയതുകൊണ്ടാവും കേട്ടോ. പിന്നെ ഇതാണ് വാൽനട്ടിൻ്റെ വിത്ത് ഷെല്ലാണ്. ഇതൊക്കെ പ്രൈസ് കുറഞ്ഞിട്ടാട്ടോ എനിക്ക് തോന്നുന്നത് UAE കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ നട്ട്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം UAE റേറ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിലും ലോക്കൽ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ചീപ്പായിട്ട് കിട്ടുമെന്ന് അറിയില്ല. നമ്മൾ ജസ്റ്റ് റേറ്റ് കണ്ടപ്പോൾ ഒന്ന് നോക്കിയതാണ് കേട്ടോ. പക്ഷേ വാൽനട്ട് വിത്ത് ഷെല്ലും വാൽനട്ടൊക്കെ റേറ്റ് കുറഞ്ഞത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടുത്തേതായിട്ടുള്ള കുറേ സ്പെഷ്യലായിട്ടുള്ള ചോക്ലേറ്റും കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ ഓരോ നാട്ടിലും അവരുടേതായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഈ ഒരു ചോക്ലേറ്റും സ്വീറ്റ്സൊക്കെ നമുക്ക് പരിചയമുള്ള ബ്രാൻഡുകളും ഉണ്ട്. റാഫെല്ലോ, മാർസ്, അതുപോലെയുള്ള കിറ്റ്കാറ്റ് പോലെയുള്ള പരിചയമുള്ള ബ്രാൻഡുകളും ഉണ്ട്. പക്ഷെ അധികവും നമുക്ക് പരിചയമില്ലാത്ത സ്വീറ്റ്സാണ് കേട്ടോ. അങ്ങനെ ഇവിടുന്ന് നമ്മൾ ജസ്റ്റ് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐറ്റം മേടിച്ചിട്ടുണ്ടേനി കേട്ടോ. ഇവിടുത്തെ എന്തോ സ്പെഷ്യൽ പോലെ നമുക്ക് തോന്നിയപ്പോൾ നമ്മൾ മേടിച്ചതാണ്. പക്ഷേ ഇത് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടേനി. കാരണം എന്താ വെച്ചാൽ ഒരു ചുയി ടൈപ്പാണ് കേട്ടോ. ചുയി ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മാർഷ്മെല്ലോ ഉണ്ടല്ലോ, മാർഷ്മെല്ലോൻ്റെ മുകളിൽ തേങ്ങ ഒക്കെ കോട്ട് ചെയ്തിട്ടുള്ളൊരു ഐറ്റം കേട്ടോ. കഴിക്കാൻ പറ്റും, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. പക്ഷേ നമുക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടെ ലൈവായിട്ട് ഫിഷ് ഉണ്ട്. ലൈവ് വെള്ളത്തിലൂടെ നീന്തി കളിക്കുന്ന ഫിഷ് ഉണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ കിട്ടും. ഫിഷും ചിക്കനും അതുപോലെ ഈ ഒരു ഫിഷും കണ്ടിട്ട് ഇത് എന്തോ ഒരു ഫെർമെൻ്റാക്കി വെച്ചിട്ടുള്ള എന്തോ ഒരു ചിക്കനാണ്, അല്ല ബീഫ് ഫിഷാണ് കേട്ടോ അത്. അങ്ങനെ പിന്നെ കുറച്ച് ഓറഞ്ചും ബനാനയൊക്കെ മേടിച്ചിട്ട് നമ്മൾ റൂമിലേക്ക് തന്നെ പോവാണ്. ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു വ്ളോഗ് വന്നിട്ടുള്ളത്. ഇനി അടുത്ത വ്ളോഗിൽ ഇൻഷാ അല്ലാഹ് ഈ അസർബൈജാനിൽ കാണേണ്ട സ്ഥലങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വരിക. അപ്പോൾ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.